ഹലോ നമസ്കാരം, രഞ്ജിത്ത്. ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നുമില്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സുകളെ കുറിച്ച് സ്ഥിരമായിട്ട് നമ്മൾ അന്വേഷിച്ച് നടക്കാറുണ്ട്. അതായത് പ്രത്യേകിച്ച് പൈസ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാതെ തന്നെ ബിസിനസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലതാണ് എന്നുള്ള അഭിപ്രായം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ഏതൊക്കെ ബിസിനസ്സുകൾ ഉണ്ട് എന്നുള്ളത് അന്വേഷിച്ച് നടക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും. സർവീസ് ബിസിനസ്സുകളെല്ലാം തന്നെ ഏകദേശം ഈ ഗണത്തിൽപ്പെടുന്നവയാണ്. അതായത് നമ്മളുടെ തന്നെ ഏതെങ്കിലും സേവനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ബിസിനസ്സുകൾ, നമ്മളുടെ എഫർട്ടാണ് അതിനകത്തുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മിക്കവാറും വരുന്നത്. അതുപോലെ നമ്മുടെ എഫർട്ടിൻ്റെ ഒപ്പം തന്നെ നമ്മളെക്കുറിച്ചുള്ള ഒരു ഗുഡ് വില്ല്, ട്രസ്റ്റ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാര്യമായിട്ട് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നുമില്ലാതെ ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ നിങ്ങൾക്ക് ആളുകളുടെ ഇടയിൽ നല്ലൊരു ട്രസ്റ്റ് ഉണ്ടാവണം, അംഗീകാരം ഉണ്ടാവണം, ഒപ്പം തന്നെ കുറച്ച് നന്നായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന 3 വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഷുവർ ഷോട്ട് ആയിട്ടുള്ള ബിസിനസ്സുകളെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഇതെല്ലാം തന്നെ മാർക്കറ്റ് ഇൻക്രീസ് ചെയ്ത് വരുന്ന 3 ബിസിനസ്സുകളാണ്. പ്രത്യേകിച്ചും 2021 ശേഷം മാർക്കറ്റ് വളരെ ശക്തമായ ബൂം ചെയ്യാൻ സാധ്യതയുള്ള 3 ബിസിനസ്സുകളെ കുറിച്ച്, പ്രത്യേകിച്ച് യാതൊരു ഇൻവെസ്റ്റ്മെൻറ്റും ഇനീഷ്യലി ആവശ്യമില്ലാത്ത 3 ബിസിനസ്സുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഏറ്റവും ആദ്യത്തെ ബിസിനസ് ഹൗസ് മെയിൻ്റനൻസ് ആണ്. അതായത് ഒരുപാട് വീടുകളും ഫ്ലാറ്റുകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു. ന്യൂക്ലിയർ കുടുംബങ്ങളൊക്കെ ആയതോടുകൂടി എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ചും ഇൻഡിവിജ്വലിസ്റ്റിക് ആണ് ആൾക്കാരൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഒരാൾക്ക് ഒരു വീട് എന്നുള്ള രീതിയിലേക്ക് ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ വീടുകൾ വളർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പം നമ്പർ ഓഫ് ഹൗസസ് വളരെയധികം കൂടിയിരിക്കുന്നു. പക്ഷേ ഇത് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമല്ല. മെയിൻറ്റെയിൻ ചെയ്യാൻ ആളുകൾക്ക് മടിയായിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൗസ് സ്ഥിരമായി മെയിൻറ്റെയിൻ ചെയ്യാൻ ആളുകളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ഹൗസ് മെയിൻ്റനൻസ് എന്ന് പറയുന്ന സെഗ്മെൻറ്റ് 50% വളർച്ചയാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ 1-2 വർഷങ്ങളായിട്ട്. കാരണം പുതിയ ജനറേഷന് ഹൗസ് മെയിൻറ്റെയിൻ ചെയ്യാൻ താല്പര്യമില്ല, മാത്രമല്ല അവരുടെ സ്റ്റൈലും കാര്യങ്ങളും ഒക്കെ അവർ ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൗസ് മെയിൻ്റനൻസിൻ്റെ വലിയ വളർച്ച കാണുന്നു. ഹൗസ് മെയിൻ്റനൻസ് എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും അതിനകത്ത് പെടും. ഇലക്ട്രിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇലക്ട്രിസിറ്റി, പ്ലംബിങ് പോലുള്ള കാര്യങ്ങൾ, അതുപോലെ അത് ക്ലീനിങ് പോലുള്ള കാര്യങ്ങൾ. ക്ലീനിങ്ങിനൊക്കെ പ്രൊഫഷണൽ ആയിട്ടുള്ള ക്ലീനിങ് സർവീസസ് ആളുകൾ ഓപ്റ്റ് ചെയ്തു തുടങ്ങി. മാത്രമല്ല ചെറിയ ചെറിയ കേടുപാടുകൾ, വിള്ളലുകൾ, ചോർച്ച, ഇങ്ങനെയുള്ള എല്ലാ പരിപാടികളും തീർത്തു കൊടുക്കുന്ന തരത്തിലുള്ള ഒരു ഹൗസ് മെയിൻ്റനൻസ് ബ്രാൻഡ് ഉണ്ടെങ്കിൽ വലിയ സാധ്യതയാണ്. ഇപ്പോഴും അങ്ങനെ ഹൗസ് മെയിൻ്റനൻസിൻ്റെ കാര്യത്തിൽ ഒരു ബ്രാൻഡ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കൺഫ്യൂഷനാണ്. പലപ്പോഴും വലിയ ബ്രാൻഡുകളുടെ, അതായത് ഇപ്പോൾ ഫെവിക്കോൾ പോലെയോ അല്ലെങ്കിൽ ഏഷ്യൻ പെയിൻറ്റ്സ് പോലെയോ ഒക്കെയുള്ള ബ്രാൻഡുകളുടെ സബ്സിഡിയറി ആയിട്ടോ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചോ ആളുകൾ വന്ന് വർക്ക് ചെയ്യുകയാണ് പലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് പകരമായിട്ട് ഹൗസ് മെയിൻ്റനൻസ് എന്ന് പറയുന്ന സെഗ്മെൻറ്റിൽ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബ്രാൻഡ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇനീഷ്യലി വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലാതെ ഇത്തരത്തിലുള്ള നല്ല ചില ബ്രാൻഡുകളുമായിട്ട് ഒരു ടൈപ്പിലേക്ക് പോയിക്കൊണ്ട് നിങ്ങളുടെ തന്നെ റിലേറ്റീവ്സിൻ്റെയോ ഫ്രണ്ട്സിലെയോ ഒക്കെ വീടുകൾ എടുത്തുകൊണ്ട് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് എൻറ്റർ ചെയ്യാവുന്നതാണ്. അങ്ങനെ ഈ സെഗ്മെൻറ്റിൽ എൻറ്റർ ചെയ്ത് അതിനകത്ത് ചെറിയൊരു മാർജിൻ ഉണ്ടാക്കി ആ മാർജിൻ തന്നെ റീഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നല്ല ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ആദ്യത്തെ ഒരു 5-10 വർക്കൊക്കെ വലിയ പ്രോഫിറ്റ് മാർജിൻ ഫോക്കസ് ചെയ്യാതെ നിങ്ങളുടെ ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ട്രസ്റ്റ് വളർത്തുന്നതിന് വേണ്ടി ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനകത്ത് വലിയൊരു സാധ്യതയുണ്ട്. മാത്രമല്ല ഇന്ന് ഇത് ഓൺലൈനായിട്ട് നന്നായിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സർവീസ് കൂടിയാണ്. കാരണം മിക്കവാറും ന്യൂ ജനറേഷനിലുള്ള ആളുകളൊക്കെ തന്നെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തുക എന്നുള്ളത് ഓൺലൈനിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ട് തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലാസിഫൈഡ് സൈറ്റുകൾ, ഇപ്പോൾ ക്യുക്കാർ പോലെയോ OLX പോലുള്ള സൈറ്റുകളൊക്കെ വലിയ സാധ്യതയാണ്. ജസ്റ്റ് ഡയൽ പോലുള്ള ക്ലാസിഫൈഡ് സൈറ്റുകൾ വലിയ സാധ്യതകളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലൊക്കെ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ബ്രാൻഡിനെ വലുതാക്കാനും വലിയ ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഹൗസ് മെയിൻ്റനൻസ് വളരെയധികം സാധ്യതയുള്ള, ഓരോ ദിവസവും മാർക്കറ്റ് ഷെയർ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രിയാണ്. ഈ ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങാനും എളുപ്പമാണ്. നിങ്ങൾക്ക് നല്ല കോർഡിനേഷൻ സ്കിൽ ഉണ്ടെങ്കിൽ, സ്റ്റാഫിനെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുമെങ്കിൽ, അവരൊരു ടീമായിട്ട് നിലനിർത്താനൊക്കെ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അത്യാവശ്യം നന്നായി പഠിക്കാനും ആ ഇൻഡസ്ട്രിയെക്കുറിച്ച് മനസ്സിലാക്കാനും അതിലുള്ള ബ്രാൻഡുകളെ കുറിച്ചൊക്കെ മനസ്സിലാക്കാനും നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ നോളജാണ്, നിങ്ങളുടെ ഇൻവോൾവ്മെൻ്റ് ആണ്, നിങ്ങളുടെ ഹാർഡ് വർക്കാണ്, ഒപ്പം തന്നെ നിങ്ങളുടെ ആ ഒരു ട്രസ്റ്റും ഗുഡ് വില്ലും ഒക്കെയാണ്. അപ്പം അതൊക്കെ ഇൻവെസ്റ്റ്മെൻ്റായി എടുത്തുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരാനുള്ള വമ്പൻ സാധ്യതയാണ് ഹൗസ് മെയിൻ്റനൻസ് എന്ന് പറയുന്ന സെഗ്മെൻറ്റിൽ ഉള്ളത്. രണ്ടാമത്തെ സാധ്യത എന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് ആണ്. പലപ്പോഴും റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാരെയും ഏജന്റുമാരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് അതിൻ്റെ ഒരു പടി കൂടി കടന്നുകൊണ്ട് അടുത്തൊരു ലെവലിലേക്ക് പോയിട്ടുള്ള ഒരു സെഗ്മെൻറ്റാണ്. അപ്പോൾ ഇനിയുള്ള കാലത്ത് ആളുകൾ ഡെഫിനറ്റ്ലി റിയൽ എസ്റ്റേറ്റ് ഏജൻസിനെയും ബ്രോക്കേഴ്സിനെയും ഒക്കെ ആശ്രയിക്കുമെങ്കിലും കുറച്ചുകൂടി റെലവൻ്റ് ആയിട്ടുള്ള റേറ്റിംഗ് അടക്കമൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന
ഒരു വീട് നോക്കിക്കഴിഞ്ഞാൽ ആ വീടിൻ്റെ എല്ലാ പ്രോസ് ആൻഡ് കോൺസ് അടക്കം പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റ് അല്ലെങ്കിൽ കൺസൾട്ടൻറ്റ് അല്ലെങ്കിൽ ഒരു ബ്രോക്കർ എന്ന് വേണമെങ്കിൽ പറയാം, അതിൻ്റെ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കഴിയുന്ന അത്രയും സ്ഥലങ്ങൾ ലിസ്റ്റ് ചെയ്യുക, കഴിയുന്ന അത്രയും വീടുകൾ ലിസ്റ്റ് ചെയ്യുക. ഏറ്റവും പ്രധാനം ഡാറ്റാബേസാണ്. എത്ര കൂടുതൽ ഡാറ്റാബേസ് ഉണ്ടാകുന്നുവോ ആ ഡാറ്റാബേസിനെ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കതിനെ റേറ്റ് ചെയ്യാൻ സാധിക്കുന്നുവോ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അറിയപ്പെടുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻ്റായിട്ട് മാറും. നിങ്ങൾക്ക് യൂട്യൂബ് പോലുള്ള അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോലുള്ള മാധ്യമങ്ങളും നിങ്ങളെ ബ്രാൻഡ് ചെയ്യാനായിട്ട് ഭംഗിയായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. യൂട്യൂബിലൂടെയൊക്കെ റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടത്തുന്ന വളരെ ഭംഗിയായിട്ട് നടത്തുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഇതെല്ലാം കോടികളുടെ കച്ചവടമാണ് എന്ന് ഓർമ്മ വയ്ക്കുക. ഇതിനകത്ത് യാതൊരു തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ല. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു കംപ്ലീറ്റ് റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻ്റ് എന്നുള്ള രീതിയിൽ ഒരാൾ ഒരു വീട് വാങ്ങണമെന്നോ ഒരു സ്ഥലം വാങ്ങണമെന്നോ ഒക്കെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ, അവരുടെ എല്ലാ നീഡുകളും മനസ്സിലാക്കിക്കൊണ്ട് ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ കൊടുക്കാൻ പാകത്തിന് വളരുന്ന തരത്തിലേക്കുള്ള ഒരു കൺസൾട്ടൻ്റായി ഒരു സൊല്യൂഷൻ പ്രൊവൈഡറായിട്ട് നിങ്ങൾ മാറുക എന്നുള്ളതാണ് ആവശ്യം. അപ്പം വെറും ഒരു ബ്രോക്കർ ആണ് എന്ന് വിചാരിക്കരുത്. അതിനപ്പുറത്തേക്ക് നിങ്ങളൊരു സൊല്യൂഷൻ പ്രൊവൈഡർ ആവണം. ഒരാളുടെ ആവശ്യം അറിഞ്ഞുകൊണ്ട് അയാൾക്ക് ആവശ്യമുള്ള ലൊക്കേഷൻ, അയാളുടെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒക്കെ വേണം നിങ്ങളൊരു സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യാൻ. ഡെഫിനറ്റ്ലി ഇതൊരു വലിയ സാധ്യതയാണ്. ഒരു റേറ്റിംഗ് പോലുള്ള സാധനങ്ങൾ, അതായത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ജോഗ്രഫിക്കൽ റീജിയൻ വെച്ചുകൊണ്ട് അതിൻ്റെ പ്രത്യേകതകൾ വെച്ചുകൊണ്ടും ഒക്കെ ഒരു സ്ഥലത്തിനോ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിനോ ഒക്കെ റേറ്റിംഗ് അടക്കം പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ഏജൻസി ആയിട്ടൊക്കെ വളർന്നു വരിക എന്നുള്ളത് സാധ്യതയാണ്. അടുത്ത മൂന്നാമത്തെ ഒരു സാധ്യത കൂടിയുണ്ട്. മൂന്നാമത്തെ സാധ്യത എന്ന് പറയുന്നത് കണ്ടന്റ് മാനേജ്മെൻ്റ് ആണ്. നിങ്ങൾക്ക് എഴുതാനൊക്കെ അറിയാമെങ്കിൽ, നിങ്ങൾക്ക് കണ്ടന്റ് മാനേജ് ചെയ്യാൻ അറിയാമെങ്കിൽ ഇതിൻ്റെ സാധ്യത വളരെ വലുതാണ്. പലതരത്തിലുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അഡ്വർടൈസിങ് ഏജൻസീസ്, വെബ് ഡിസൈനേഴ്സ്, ഇവരുടെ അടുത്തൊക്കെ കണ്ടന്റ് വളരെ വലിയ ആവശ്യമാണ്. ഇവരെല്ലാം ഗ്രാഫിക് ഡിസൈനേഴ്സ് ആയിരിക്കും മിക്കവാറും. അപ്പം ഇവർക്ക് കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർ കമ്പാരിറ്റീവ്ലി കുറവാണ്. ക്വാളിറ്റി കണ്ടന്റ്, അത് മലയാളത്തിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോക്കസ് ചെയ്യാവുന്ന ഒരു വലിയ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റിയാണ്. 1ാം ക്ലാസ് മുതലേ ഇന്നത്തെ കാലത്ത് പ്രൊജക്റ്റുകൾ ആരംഭിക്കുകയാണ്. പലതരത്തിലുള്ള പ്രൊജക്റ്റുകൾക്കുള്ള അസിസ്റ്റൻസ് കുട്ടികൾക്ക് ആവശ്യമുണ്ട്. സ്കൂൾ തലത്തിൽ കാര്യമായിട്ട് ആവശ്യമില്ലെങ്കിലും കോളേജ് തലത്തിലും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലും ഓപ്പൺ യൂണിവേഴ്സിറ്റീസിലും ഒക്കെ ഇതിൻ്റെ സാധ്യതകൾ വളരെ വലുതാണ്. അപ്പം പലതരത്തിൽ കണ്ടന്റിൻ്റെ കാര്യത്തിൽ ഇവർക്ക് അസിസ്റ്റൻസ് ആവശ്യമുണ്ട്. അപ്പോൾ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് മാനേജ്മെൻറ്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. വേണമെങ്കിൽ ഒരു ലാപ്ടോപ്പ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നീട് നിങ്ങൾക്ക് കൂടുതൽ ആളുകളെ ചേർത്തുകൊണ്ട് ഒരു വലിയ ടീമായിട്ടും വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. എനിക്ക് പേഴ്സണലി പരിചയമുള്ള ഒരു ഏരിയ കൂടിയാണ്. വേണമെങ്കിൽ ഫ്രീലാൻസേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട്, ലോകം മുഴുവനുള്ള റൈറ്റേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ടീം വലുതാക്കാം. പേഴ്സണലി ഞാൻ ഒരുപാട് കാലം പ്രവർത്തിച്ചിരുന്ന ഒരു ഏരിയ കൂടിയാണിത്. ഏകദേശം 6ഓളം രാജ്യങ്ങളിലായിട്ട് ഏകദേശം 30ഓളം റൈറ്റേഴ്സുമായിട്ടുള്ള ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ടീമുമായിട്ട് ഞാൻ ഇത്തരത്തിലുള്ളൊരു ആക്ടിവിറ്റി കുറേ കാലം മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. പിന്നീട് ഞാൻ അതിനെ വേറൊരു രീതിയിലേക്ക് വഴിതിരിച്ചു വിടുകയായിരുന്നു. സോ ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റി ഇപ്പോഴും ഒട്ടും മങ്ങിയിട്ടില്ല. വേറെ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു ഇൻഡസ്ട്രി തന്നെയാണ് കണ്ടന്റ് മാനേജ്മെൻറ്റ് ഇൻഡസ്ട്രി. അപ്പം ഈ 3 സാധ്യതകളും നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാതെ തുടങ്ങാവുന്ന ബിസിനസ്സുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതൊക്കെ നമ്മളുടെ എഫർട്ടും നമ്മുടെ സമയവും ഒക്കെ എടുക്കുന്ന കാര്യങ്ങളല്ലേ എന്നുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുടെ എഫർട്ടും സമയവും എടുത്തുകൊണ്ട് മാത്രമേ ഒരു ബിസിനസ് വർക്കൗട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മറ്റുള്ള മിക്ക ബിസിനസ്സുകളിലും നിങ്ങളുടെ എഫർട്ടും സമയത്തിൻ്റെ ഒപ്പം നിങ്ങളുടെ പൈസ കൂടി ചിലവാകുന്നുണ്ടെങ്കിൽ ഈ 3 ബിസിനസ്സുകളിലും നിങ്ങളുടെ പൈസ ഇനീഷ്യലി അധികം ചിലവാവാതെ എഫർട്ടും സമയവും മാത്രം കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ചെയ്യാമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ 1-to-1 മെൻറ്ററിങ് സെഷൻസ് ചെയ്യുന്നുണ്ട്. അതായത് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ബിസിനസ് പ്ലാനും ആക്ഷൻ പ്ലാനും ഒക്കെ വർക്കൗട്ട് ചെയ്തിട്ട് അടുത്ത 1 വർഷം നിങ്ങൾ എങ്ങനെയാണ്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര ഇൻകം കിട്ടാൻ സാധ്യതയുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ പടിപടിയായി ഒരു 5 വർഷം കൊണ്ട് വലിയൊരു കമ്പനിയാക്കി ഇതിനെ മാറ്റാം എന്നുള്ള കാര്യങ്ങളിലൊക്കെ പ്ലാൻ ചെയ്യുന്ന സെഷനുകളാണ് 1-to-1 മെൻറ്ററിങ് സെഷനുകൾ. തീർച്ചയായിട്ടും അത്തരം മെൻറ്ററിങ് സെഷൻസ് താല്പര്യമുണ്ടെങ്കിൽ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. സോ 1-to-1 മെൻറ്ററിങ്ങിൽ ഡെഫിനറ്റ്ലി അടുത്ത ഒരു 3 മുതൽ 5 വർഷം കൊണ്ട് നിങ്ങളെ ഒരു റിയൽ കമ്പനിയാക്കി, വലിയ ഒരു കമ്പനിയാക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഫീൽഡിനകത്ത് എങ്ങനെ മാറ്റാം എന്നുള്ളതിൻ്റെ ഒരു വിഷനും അതിൻ്റെ ഒപ്പം തന്നെ അടുത്ത ഒരു 6 മാസം കൊണ്ട് എങ്ങനെ നിങ്ങൾക്ക് ആദ്യ പടികൾ ചവിട്ടി കയറാമെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിറ്റിയും ഒക്കെയാണ് തരിക. അപ്പം ഈ 3 ഐഡിയാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുക. താല്പര്യമുള്ള വിഷയത്തിൽ
ഉടൻ തന്നെ ഒരു ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓൾ ദി ബെസ്റ്റ്.